ഒരു വ്യത്യസ്തപ്പെട്ട ഒരു വീട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ജസ്വിനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു യങ് ആർക്കിടെക്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഒരു ഐഡിയാസ് ഒത്തിരി ഉള്ള ഒരു ആർക്കിടെക്റ്റ് വേണം എന്നായിരുന്നു. ജസ്വിൻ മുമ്പ് ചെയ്ത പ്രൊജക്ട്സുകളും കാണിച്ചു തരികയുണ്ടായി. അതും സാധാരണ കാണുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായ വീടുകളൊക്കെ ആയിട്ടാണ് തോന്നിയത്. അതും ഞങ്ങളെ ഒത്തിരി അട്രാക്റ്റ് ചെയ്തു. നാളുകളായിട്ട് എനിക്കറിയാവുന്ന ജോണിക്കുട്ടി എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ്, ഇവിടെ നാട്ടിലുള്ള തന്നെയാണ്. ആളെ കൊണ്ടാണ് ഈ വർക്ക് ഫുള്ള് ചെയ്യിച്ചത്. എല്ലാവരും ഓപ്പൺ ടു ഡിസ്കഷനായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിസപ്റ്റീവായിട്ട് അതിൻ്റെ പ്രോസും കോൺസും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, എന്തൊക്കെ നല്ലതുണ്ട് എന്നൊക്കെ ഇവർ തമ്മിൽ ഓപ്പണായിട്ട് ഡിസ്കഷനായി. സിവിൽ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ആണല്ലോ, വീടിൻ്റെ പുറമേയൊക്കെ ഓക്കെ, ഇൻറ്റീരിയർ അതുപോലെ തന്നെ നന്നായി പോകണം. ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ് ആദ്യമേ ചെയ്ത് വെച്ചിരുന്നു. അത് ആരെക്കൊണ്ട് ചെയ്യണം എന്നുള്ളത് ജസ്വിൻ്റെ റെക്കമെൻഡേഷനിൽ തന്നെ നമ്മൾ വരാപ്പുഴയിലുള്ള ഒരു അജയൻ തോമസ് ഇൻറ്റീരിയേഴ്സ്, അങ്ങനെ അവരെയാണ് തീരുമാനിച്ചത്. അവർ ഇവിടെ വന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ ഇതെങ്ങനെ വരും എന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഞങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്ത് കിട്ടി. നമ്മുടെ ഈ വിൻഡോസും ഇതുമൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ഒരു ആർച്ചും ഇതുമൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് കേർട്ടൻ വർക്ക്സും അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് പ്രൈവസി വേണം, എന്നാൽ ആ കേർട്ടൻ നല്ല ഭംഗിയും വേണം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതൊക്കെ നമ്മൾ കുറച്ച് യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ, നമ്മളങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു സത്യം പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോ വഴിയാണ് വലാൻസാരെയും നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ദിവസം വലാൻസിൻ്റെ അവിടെ കയറി. അവിടെയുമായ ഡിസ്കഷനിൽ അവരുടെ എല്ലാത്തരം മോഡൽസും, അവരുടെ ചെയ്യുന്ന എല്ലാത്തരം മോഡൽസും ഒക്കെ നമ്മളെ കാണിച്ചു തന്നു. ആ ഡിസ്കഷനിൽ ആദ്യത്തെ ഒരു ഇംപ്രഷൻ തന്നെയാണ് ശരിക്കും നമുക്ക് വരുന്നത്. അപ്പം അത് നന്നായിട്ട് തോന്നി. അത് കഴിഞ്ഞാണെങ്കിലും പിന്നെ കൊട്ടേഷനിലും മെഷർമെൻറ്റ്സ് എടുക്കലിലും പിന്നെ മെറ്റീരിയൽ സെലക്ഷൻസിലും പിന്നെ ആർക്കിടെക്റ്റുമായിട്ടുള്ള അവർ തമ്മിൽ ഒരു ഡിസ്കഷനും എല്ലാം വെച്ചിട്ട് പിന്നെ വലാൻസാറുടെ ഇൻപുട്ടും ഒക്കെ വെച്ച് ഈ വാൾപേപ്പേഴ്സും കേർട്ടൻസും അവരെയാണ് ഏൽപ്പിച്ചത്. പ്രത്യേക എലമെൻറ്റ് പറയേണ്ടത് നമ്മുടെ കസ്റ്റമൈസ്ഡ് വാൾപേപ്പറാണ് കേട്ടോ. ആ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ ആക്ച്വലി നമുക്ക് 4 ഇടത്തെ വാൾപേപ്പേഴ്സ് ഉള്ളൂ. വാൾപേപ്പേഴ്സ് അതിലൊന്ന് മാത്രം ഒരു ഈ ആർച്ച് ഷേപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിലോട്ടൊരു വാൾപേപ്പർ സത്യം പറഞ്ഞാൽ ശരിയാവുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നിരുന്നാൽ പോലും അവിടെയും നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. ആ വാൾപേപ്പർ എങ്ങനെ വരും, നമ്മൾ ആദ്യം കണ്ട ഒരു ഡയഗ്രാം വരുന്നില്ലായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് വലാൻസാറുടെ ഇൻപുട്ടുണ്ട്. അത് ജസ്വിൻ അപ്രൂവ് ചെയ്ത് വന്നു. ഫൈനലി അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വാൾപേപ്പേഴ്സിലെ ഏറ്റവും മികച്ചതും ഏറ്റവും രസമുള്ളതും. ആ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ എടുത്തു പറയണം, അത് ഭയങ്കര ഭംഗിയായിരുന്നു. വലാൻസാർക്ക് ഇങ്ങനെ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ അത് എല്ലായിടത്തും ഇല്ല. എല്ലായിടത്തും ഈ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു നല്ല ഒരു കാര്യമാണ്. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കളർ തീമിലായിരുന്നു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ഡിസ്കഷൻസ് ഒക്കെ വന്നത്. ഞാനൊക്കെ കുറച്ചൊരു കളർഫുൾ ആളാണ്. അപ്പോൾ ഇത് ഭയങ്കര ബ്ലാൻഡായി പോവോ, ഭയങ്കര ഗ്രേ ആണ് ഫുള്ള്, ഭയങ്കര ഒരു ഇതായി പോവോ. പക്ഷെ അതൊരു ക്ലാസി എലമെന്റ് കൊണ്ടുവന്നു. ഗ്രേ തീമാണ് ഫുള്ളായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എലമെന്റ്സ് ഇന്റീരിയറിൻ്റെയും കുറച്ച് സെറ്റിയുടെ എല്ലാം കയറി വന്നപ്പോൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട്.
അതിൻ്റെ ഏറ്റവും അവസാനം ഒരു വീടായിട്ട് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നത് ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ടും ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷകൾക്ക് അപ്പുറം ഈ വീട് എല്ലാം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തുടക്കം മുതൽ ഉള്ള ജോലിക്കാർ മുതൽ ഞങ്ങൾ എല്ലാവർക്കും താങ്ക്ഫുള്ളാണ്. പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ പ്ലാൻ ജസ്വിൻ വർഗീസ് ആൻഡ് ടീം, പ്രാജ്, രണ്ടാമത്തെ ജോണിക്കുട്ടി കോൺട്രാക്ടർ, ജോണിക്കുട്ടിയുടെ സൂപ്പർവൈസർ ജിഷ്ണു, പ്രത്യേകം എടുത്ത് പറയേണ്ട ആളാണ്. ഇൻറ്റീരിയർ ചെയ്ത അജയൻ തോമസ്, പിന്നെ നമ്മുടെ കർട്ടൻ വർക്ക്സ് ചെയ്ത ബാലൻസ് ടീം. ആക്ച്വലി ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു വർക്കാണ് നമ്മുടെ ഈ വീട്, ഞങ്ങളുടെ സ്വപ്ന വീട് ശരിയാക്കി തന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ എന്നും നന്ദിയുള്ളവരായിരുന്നു.